ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹിമാലയ BS6-ൻ്റെ ബ്രേക്ക് പേഡ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആർക്കും നിഷ്പ്രയാസം മാറാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീലൊന്നും ഇളക്കാതെ, അതിൻ്റെ യൂണിറ്റ് ഒന്നും ഇളക്കാതെ നമുക്ക് ആ പേഡ് എങ്ങനെ മാറാം. ഇതാണ് ആ പേഡ്. നമുക്കപ്പോൾ ആ പേഡ് മാറാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ വേണം, അതിൻ്റെ പിസ്റ്റനെ ഒന്ന് തള്ളി വിടാൻ വേണ്ടി. അപ്പോൾ അതിലൊരു ലോക്ക് നമുക്കങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇതിൽ ഈ ലോക്ക് 2 ലോക്ക് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ എടുക്കേണ്ടതേ ഉള്ളൂ. കണ്ടോ? അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ എടുക്കും. എന്നിട്ട് ഈ റാഡ് ഇതിലാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. 2 പേഡ് സിംഗിൾ പിസ്റ്റനാണ് ഇതിൽ വരുന്നത്. നമുക്കിതാ ഇതിനെ ഒന്ന് വലിച്ച് ഇതാ ഈ റാഡ് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇനി ഇതിനിടയ്ക്ക് നൈസായിട്ട് ഈ ഡിസ്ക് സ്ക്രാച്ച് ആവാതെ ഇതിനെ ഒന്ന് തെന്നിച്ച് വിടും. കണ്ടോ? ഈ പിസ്റ്റന് ഞാൻ അകത്ത് കയറണം, എങ്കിൽ ആ ഗ്യാപ്പ് നമുക്ക് വേണം, എങ്കിൽ പുതിയ ഡിസ്ക് നമുക്ക് പേഡ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കണ്ടോ? കണ്ടോ? പതുക്കെ പിന്നെ ഇത് മാക്സിമം ആയിട്ട് അതിന് ഒട്ടിപ്പോൾ ഞാനിപ്പം കുത്തിയപ്പോൾ ഇളകിപ്പോയി. ഇത് മാക്സിമം ആയിട്ടുണ്ട്. ഡിസ്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് നല്ല ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിസ്റ്റൻ മാക്സിമം അകത്ത് കയറിയിട്ടുണ്ട്. കണ്ടോ? കയറിയിട്ടില്ല എങ്കിൽ ഈ പേഡ് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ ഒന്ന് തെന്നി കൊടുക്കണം. ആണോ? മാക്സിമം. ഓക്കെ, നമുക്ക് പുതിയ പേഡ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിനെ ഇങ്ങോട്ടൊന്ന് മാക്സിമം ആക്കി വെച്ചിട്ട് അതുപോലെ ഈ സൈഡ് മാറിപ്പോകരുത്. ഈ വെട്ട് വെളിയിൽ വരണം. ഇട്ടിട്ട് ഈ ഹോളിൽ നേരത്തെ ഇളക്കിയതുപോലെ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് അത് ലോക്കായോന്ന്. പിന്നെ ആ ബ്രേക്കൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രേക്കായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പേഡ് മാറുന്നത്. നമുക്ക് ആർക്കും ഒന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് മാറാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ക് ഡാമേജ് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും